രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരും ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ആളുകളും ഒരേപോലെ കാത്തിരിക്കുകയാണ് ബീഹാറിന്റെ വിധി എന്താണെന്നറിയാൻ. രണ്ട് ഘട്ടമായി നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ബീഹാറിന്റെ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പോളിംഗ്, കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ ബീഹാറിൽ ഇത്തവണ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ അതോ NDA സഖ്യം ഭരണം നിലനിർത്തുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. പുറത്തു വന്ന സർവേ ഫലങ്ങൾ ഭൂരിഭാഗവും NDA കേവല ഭൂരിപക്ഷം മറികടന്ന ഇത്തവണയും സർക്കാർ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ചുരുക്കം ചില സർവേകൾ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും പറയുന്നുണ്ട്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് പിഴയ്ക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണമെന്ന് നമുക്ക് ചെറുതായി പരിശോധിക്കാം. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ട് തലേ ആഴ്ച ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വെച്ച് നൽകാൻ തീരുമാനമെടുത്ത നിതീഷ് കുമാർ സർക്കാർ. ഇത് ബീഹാറിലെ ജനങ്ങളെ വലിയ തരത്തിൽ അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളെ വലിയ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. മറ്റൊന്ന്, തൊഴിലില്ലായ്മ അതിരൂക്ഷമായ ബീഹാറിൽ യുവാക്കളുടെ വോട്ടുകൾ പ്രശാന്ത് കിഷോറിനെ ജൻസ്വരാജ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും വിഘടിച്ചു പോയത് NDAക്ക് അനുകൂലമായി മാറിയതിന്റെ ഒരു സൂചനയായി നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം പരമ്പരാഗതമായി ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ന്യൂനപക്ഷ യാദവ മുന്നോക്ക വോട്ടുകളിൽ ഒരു വിഹിതം ഇത്തവണ പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ടുകൾ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാസ്വാൻ വിഭാഗം ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന NDA സഖ്യത്തിലേക്ക് പോയി എന്ന് നമുക്ക് ബീഹാറിൽ നിന്നും വിലയിരുത്താൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ചില ഫാക്ടറുകൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അന്തിമ ഫലം വന്നിട്ടില്ല. അന്തിമ ഫല സൂചനകൾ, ചില എക്സിറ്റ് പോളുകൾ, ചില പ്രീ പോളുകൾ, ചില സർവേ ഫലങ്ങൾ NDAക്ക് അനുകൂലമായാണ് വിധി എഴുതുന്നത്. പക്ഷേ വിരലിൽ എണ്ണാവുന്ന ചില സർവേ ഫലങ്ങൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായും വിധി എഴുതുന്നുണ്ട്. പക്ഷേ ബീഹാറിൽ ഏത് ഫാക്ടർ, ഞാൻ ഈ പറഞ്ഞ ഫാക്ടറുകൾ ബീഹാറിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് വോട്ടെണ്ണൽ കഴിയുന്നത് വരെ കാത്തിരിക്കണം. ബീഹാറിലെ ജനത ആർക്കനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടെന്നറിയാൻ നമുക്ക് വോട്ടെണ്ണൽ കഴിയുന്നത് വരെ കാത്തിരിക്കണം. ഒരുപക്ഷെ ബീഹാറിൽ NDA തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനുള്ള കാരണം ഒന്ന്, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ തുക; രണ്ട്, NDAക്ക് അനുകൂലമായി വോട്ട് വിഭജനം ഉണ്ടായിട്ടുണ്ട്. പിന്നോക്ക വോട്ടുകൾ വിഭജിച്ചതുകൊണ്ട് അത് NDAക്ക് അനുകൂലമായി മാറാനുള്ള സാഹചര്യമുണ്ട്. യുവാക്കളുടെ വോട്ടുകൾ വിഭജിച്ചത് കൊണ്ട് തന്നെ അത് NDAക്ക് അനുകൂലമായി മാറാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരം ചില സാഹചര്യങ്ങളാണ് NDAക്ക് അനുകൂലമായി ഒരു ഭരണം അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായി ഒരു വിധിയെഴുത്തുണ്ടെങ്കിൽ ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത്. അതല്ല, അവിടെ ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കമെങ്കിൽ എൻ ബ്ലോക്കായി യുവാക്കളുടെ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും അനുകൂലമായി ലഭിച്ചിട്ടുണ്ട്. എൻ ബ്ലോക്കായി പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇന്ത്യ സഖ്യം അവിടെ അധികാരത്തിൽ വരാനുള്ള ഒരു കാരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ബീഹാറിൽ നിന്ന് കൃത്യമായി മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ പ്രവചിക്കുന്നത് പോലെയോ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയുന്നത് പോലെയല്ല, കൃത്യമായി ബീഹാറിന്റെ പൾസ് അറിഞ്ഞാണ് നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചത്. അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും പറയാനുള്ളത്. ബീഹാറിൽ നിന്നും കൃത്യമായ രാഷ്ട്രീയ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ടെണ്ണാൻ പോകുന്ന അവസാന മണിക്കൂറിലും നമ്മൾ പറയുന്നു ബീഹാറിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും എല്ലാ സർവേ ഫലങ്ങളും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കാറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഹാറിൽ ഈ വോട്ടെണ്ണലിന്റെ അവസാന മണിക്കൂറിലും നമ്മൾ പറയുന്നു ബീഹാറിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. നമ്മൾക്ക് ബീഹാറിൽ ലഭിച്ച ഗ്രൗണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ, ഞങ്ങളുടെ അവതാരകമാർ കഴിഞ്ഞ ദിവസം ഈ വാർത്ത സംപ്രേഷണം ചെയ്തത്, ഈ വാർത്ത ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ബീഹാറിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. NDAയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും നടത്തിയ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ബീഹാറിന്റെ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമാണ് നമുക്ക് കാത്തിരുന്നു കാണാം.